ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് സ്വന്തമായി ഭൂരിപക്ഷമുണ്ടായിരുന്ന അവരുടെ സുവർണ കാലത്ത് പോലും അവർക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ജനോപകാരപ്രദമായ ചില പദ്ധതികൾ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എടുത്തു പറയേണ്ട ഒന്നാണ്. അത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ തലയിൽ ഉദിച്ച ആശയമായിരുന്നില്ല. UPA അധ്യക്ഷ സോണിയാഗാന്ധിയുടെ തലയിൽ ഉദിച്ച പരിപാടിയുമായിരുന്നില്ല. അത് ഇടതുപക്ഷ കക്ഷികളുടെ അവരുടെ നേതാക്കന്മാരുടെ ചിന്തയിൽ രൂപം കൊണ്ട പദ്ധതിയായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. പട്ടിണി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ നമ്മളുടെ രാജ്യത്ത്. കഷ്ടപ്പാടും പരിവട്ടവും തൊഴിലില്ലായ്മയും ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് വന്ന് ഭവിച്ചിട്ടുള്ളതല്ലോ ഇന്ത്യയിൽ. ഈ രാജ്യം സ്വതന്ത്രമായ അന്ന് മുതൽ ഇതൊക്കെ ഇതിനേക്കാൾ വലിയ അർത്ഥത്തിലും രൂപത്തിലും നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അന്ന് പോലും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് സമാനമായ ഒരു പദ്ധതി നമ്മളുടെ രാജ്യത്ത് ഒരു ഗവൺമെന്റും നടപ്പിലാക്കിയിട്ടില്ല. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കിയത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലും കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോഴാണ്. രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വന്നു. ഈ രണ്ട് UPA സർക്കാരുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസ് ആണ് അന്നും ഇന്നും UPAക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒന്നാം UPA സർക്കാരിന്റെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. രണ്ടാം UPA സർക്കാരിന്റെ പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഒന്നാം UPA സർക്കാരിൽ ഘടകകക്ഷികളായിരുന്ന ഏതാണ്ട് എല്ലാ കക്ഷികളും രണ്ടാം UPA സർക്കാരിലും ഘടകകക്ഷികളാണ്. ഇന്ന് തിഹാർ ജയിലിൽ കഴിയുന്ന രാജയടക്കം ഒന്നാം UPA